ആകെ ഈ മോഷണം തിരിമറി എന്ന് പറയുന്ന സംഗതി നടന്നിരിക്കുന്നത് ഈ എണ്ണലിൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തീർച്ചയായി. അതിൻ്റെ 90% പിടിച്ചത് ഇപ്പോൾ ഈ ആൾക്കാർ ബഹളം വയ്ക്കുന്ന ചമ്പത്രായിയാണ്. ചമ്പത്രായിയെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ ചമ്പത്രായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് SIT സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം എനിക്കറിയാവുന്നൊരു മനുഷ്യനെ അനാവശ്യമായിട്ട് താറടിക്കാൻ ഞാൻ കൂട്ടുനിൽക്കുകയുമില്ല. അദ്ദേഹം സംഘപ്രചാരകനാണ്, വിശ്വ ഹിന്ദു പരിഷത്തിൽ പ്രവർത്തിച്ചു, രാമജന്മഭൂമിയുടെ ആ സമരം ഓർഗനൈസ് ചെയ്യുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്, ഡൽഹിയിൽ. ഒരു വലിയ ഹാള്, നമ്മളുടെ സംഘത്തിൻ്റെ ബൗദ്ധിക് ഹാളെന്നൊക്കെ പറയില്ല, ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ. ആ ഹോളിൻ്റെ ഒരറ്റത്ത് ഒരു കർട്ടനിട്ട് ഒരു പാർട്ടീഷൻ, അതിനുള്ളിൽ ഒരു പുല്ലുവായുണ്ട്, അതിന് പുറത്ത് ഒരു ബെഡ്ഷീറ്റ്, ഒരു തലയണ. ഇതാണ് ചമ്പത്രായിയുടെ മുറി. കർട്ടനൊന്ന് വകഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ട്, ആർക്കും കാണാം അകത്ത് എന്താണ്. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു 11 മണിയാണ് രാവിലെ. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മഹാരാഷ്ട്രക്കാരുടെ ആലു പോഹ എന്ന് പറയുന്നൊരു സാധനം. എന്നോട് കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അല്പം ബുദ്ധിമുട്ടി, കാരണം നിലത്തായിരിക്കേണ്ടത്, ഒന്നുമില്ല, വെറും നിലത്ത്. അദ്ദേഹവും ഇരുന്ന് കഴിക്കുന്നത് വെറും നിലത്താണ്. വലിയ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട്. അവരുടെയൊക്കെ വലിയ ഗ്ലാസ്സാണല്ലോ ഉത്തരേന്ത്യക്കാരുടെ. അതുപോലെ വലിയൊരു ഗ്ലാസ്സിൽ എനിക്കും തന്നു വെള്ളം. ഞാൻ പോയ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇടത് കൈ കൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹോട്ടലൊന്നും താമസിക്കരുത്, ഇവിടെ വന്ന് താമസിക്കണം. എൻ്റെ കിടപ്പ് കണ്ടിട്ട് ഭയപ്പെടേണ്ട കേട്ടോ. താമസിക്കാൻ വേറെ മുറികളുണ്ട്, അവിടെ കട്ടിൽ, ഫാൻ, എല്ലാ സംഗതികളും ഉണ്ട്. അത്യന്താധുനിക സംവിധാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മുറികളിലുണ്ട്. അതുകൊണ്ട് മോഹൻദാസിനെ പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കംഫർട്ടബിളായിട്ട് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. ഞാനിങ്ങനെ വഴിയരികിലും ഇങ്ങനെ കിടന്ന് ശീലിച്ചു പോയി, ഇത്രയും പ്രായമായി. ഇനിയിപ്പോൾ എനിക്ക് ഈ മെത്തയിലൊന്നും കിടന്നാൽ ഉറക്കം വരാത്ത സ്ഥിതിയായി. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത്ര സിമ്പിളായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 80 വയസ്സായ ഒരു കാരണവർ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല എന്ന് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. അദ്ദേഹം ചെയ്തത് എന്താ, ഇവരൊരു കുറച്ച് പൈസ വാഷ്റൂമിൽ കണ്ടു എന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു, ഇങ്ങനെ വാഷ്റൂമിൽ കാശിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പോയി നോക്കി, പരിശോധിച്ചു, ഈ കള്ളത്തരം കണ്ടുപിടിച്ചു. ഇവന്മാരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മോഷ്ടിച്ച കാശ് വയ്ക്കണമെന്ന് പറഞ്ഞു. അതിനെയാണ് ഇവർ റെയ്ഡ് എന്നൊക്കെ വിളിക്കുന്നത്. റെയ്ഡായിരുന്നില്ല അത്. റെയ്ഡ് എന്ന് പറഞ്ഞാൽ അവരെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് അകത്ത് പരതി എടുക്കുന്നതാണ്. ഇത് അവരെ കൊണ്ട് തന്നെ വെപ്പിച്ചു. ഇപ്പോൾ ഈ 80 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പറയുന്നതിൽ ഏകദേശം 77-78 ലക്ഷം രൂപയും കണ്ടെടുത്തത് ചമ്പത്രായിയാണ്. ചമ്പത്രായി അതിന് പോലീസ് സഹായം തേടിയിരുന്നു, അൺഒഫീഷ്യലായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്ത കാലത്ത് അങ്ങനെ ചെയ്ത ഒരു സംഭവം ഞാൻ പറയാം. തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു മാല കാണാതെ പോയി. വാർത്ത വന്ന് ഓർക്കുന്നു. അതെ, 2 മാസം കഴിഞ്ഞാണ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ പോലീസിനെ അറിയിച്ചിരുന്നു, FIR ഇട്ട് വിവാദമാക്കരുത്, പക്ഷെ ഞങ്ങളെ സഹായിക്കണം. പോലീസ് അൺഒഫീഷ്യലി അവരെ സഹായിച്ചു. സെയിം തിങ് അയോധ്യയിൽ നടന്നു. ചമ്പത്രായി പറഞ്ഞു, നമുക്ക് ചിലരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇന്ന സംശയമുണ്ട്, ഇന്നതാണ് പ്രശ്നം, ചെവി അറിയാതെ ഇത് നടത്തിയെടുക്കണം. അത് നിയമദൃഷ്ടിയിൽ വേണമെങ്കിൽ ചമ്പത്രായി കൂടെ ചേർന്ന് മോഷണം നടത്തി, മോഷണം മുതൽ ഒതുക്കി എന്നൊക്കെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണമെങ്കിൽ. ബട്ട് വാസ്തവം അതല്ല. ഇവരെല്ലാവരും സമ്മതിച്ചു, റെയ്ഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു FIR ഇടണം. ഗവൺമെൻറ് ആണെങ്കിൽ, യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്, ഗവൺമെൻറ്റിന് അതിനകത്ത് സ്റ്റേക്കൊന്നുമില്ല. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രൈവറ്റ് ട്രസ്റ്റാണ്, ഗവൺമെൻറ്റൊന്നും ചെയ്യാനില്ല. അതുപോലൊരു പ്രൈവറ്റ് ട്രസ്റ്റാണിത്. അപ്പോൾ അവർ റൈറ്റിങ്ങിൽ അപേക്ഷ തന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ.
ഇപ്പോൾ എൻ്റെ വീട്ടിൽ മോഷണം നടന്നു എന്ന് ഞാൻ പോലീസിനെ അറിയിച്ചാൽ മാത്രമേ പോലീസിന് വരാൻ പറ്റുള്ളൂ. അതാണ് ഈ ദ നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. അൺലെസ് ദർ ഈസ് എ കംപ്ലൈനൻറ്റ് യു കനോട്ട് ടേക്ക് എ കേസ്. അപ്പോൾ അതുള്ളതുകൊണ്ട് സർക്കാർ ഇടപെട്ടില്ല. സമ്പത്ത് റായ് റൈറ്റിങ്ങിൽ അപേക്ഷ കൊടുത്ത് 25-ാം തീയതി തന്നെ FIR ഇട്ടു. 25-ാം തീയതി തന്നെ 8 പേരെ അറസ്റ്റ് ചെയ്തു. 26-ാം തീയതി സമ്പത്ത് റായ് ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചു, ജൂൺ 26-ാം തീയതി. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്ന ആളായിരുന്നെങ്കിൽ ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോയി വയ്ക്കുക, അവരുടെ വീടുകളിൽ അദ്ദേഹം തന്നെ പോയി കാശെടുപ്പിക്കുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പെട്ടിയിൽ നിറച്ച് കടത്തിക്കൊണ്ട് പോകാം. കാരണം ജനറൽ സെക്രട്ടറി തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന ആളാണ്. പിന്നെ മറ്റേ അനിൽ മിശ്രയുണ്ട്. പിന്നെ വേറെ ആരാ ചോദിക്കാൻ? ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരല്ല. മഹന്ത് നൃത്യഗോപാൽദാസ് 84 വയസ്സായി, ഇപ്പോൾ സുഖമില്ല. അദ്ദേഹം വേദാന്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. ഈ ട്രസ്റ്റ് മീറ്റിങ്ങിന് വന്നു. പിന്നെയുള്ളത് പരാശരൻ, മദ്രാസിലാണ്. 93-94 വയസ്സുണ്ട്. ഓൺലൈനിലാണ് ഈ ട്രസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഇപ്പോൾ ഇവരാരും ആക്റ്റീവായിട്ടില്ല. ആക്റ്റീവായിട്ടുള്ളത് ഈ 2 പേരാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് പെട്ടിയിൽ നിറച്ച് തലച്ചുകൊണ്ടായിട്ട് പുറത്ത് കൊടുത്തു വിടാമായിരുന്നു. എന്തിനാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പിടിക്കുകയും ചെയ്യുന്നത്? അതുപോലെ ഈ കോടിക്കണക്കിന് രൂപ ഒന്നും അറിയുന്ന സ്ഥലത്ത് കുറച്ച് പൈസ എടുത്തിട്ട് വാഷ്റൂമിൽ ഒളിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവരും കൂടെ ചേർന്നാണ് നടക്കുന്നത്. അതിനെയാണ് സ്കാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കാം ഇല്ല. മോഷണമാണ് ഉള്ളത്. മോഷണം ഈസ് തെഫ്റ്റ്.